ഹായ്, ഇന്ന് രാവിലെ എണീച്ച് പ്രത്യേകിച്ച് പണിയില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം മുറുക്ക് കഴിച്ചിരുന്നു. മുറുക്ക് കഴിച്ചപ്പോൾ വിഷമം അറിയില്ല. അപ്പോഴേക്കും ദോശ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ദോശ കഴിച്ചു. എന്നിട്ട് പിന്നെ തുണി തോരടാൻ പോയി. പിന്നെ വന്നിട്ട് ഗെയിമും കളിച്ചിരുന്നു. ദുബായിക്ക് ഒന്ന് രണ്ട് കാര്യം കാണല്ലോ. ഒന്ന് ഗച്ചുവിനെ കാണാമെന്നുള്ളായിരുന്നു. രണ്ടാമത്തെ കാര്യമാണ് ഇന്ന് നടക്കാൻ പോണത്. നമ്മളെ വീട്ടിലത്തെ രണ്ടാമത്തെ കാറാണ് വാങ്ങാൻ പോണത്. ഒന്ന് നാട്ടിലുണ്ട്, അപ്പം ദുബായിലും വേണമല്ലോ. വാങ്ങണത് വേറെ അറിയില്ല, ഇന്ത്യനാണ്. നമ്മൾ നാട്ടിൽ നിന്ന് കുറേ കാർ ഡെലിവറി എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ദുബായിൽ നിന്ന് ആദ്യമായിട്ട് എടുക്കാൻ പോണത്. കാരണം ആദ്യമായിട്ടാണ് ദുബായിക്ക് വരണത്. ഇന്ത്യനാണെങ്കിൽ വണ്ടി വാങ്ങുന്ന സമയത്ത് വീട്ടുകാരെല്ലാവരും ഒപ്പം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊടുക്കുന്നത്. വണ്ടി വാങ്ങാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് നമ്മളെ ചെക്കനായിരുന്നു ഗച്ചു. കാരണം ഓന് വണ്ടി തന്നെ നല്ല ഭ്രാന്താണ്. ഡെലിവറിക്ക് വന്നപ്പോൾ നമ്മൾ വണ്ടിത്തെ പുറച്ചുകൊണ്ട് കിടക്കണു. അപ്പോൾ ആദ്യം ഇന്ത്യയിൽ വലിച്ചൂരി. അങ്ങനെ അച്ഛനമ്മയും വണ്ടിയുടെ കീയൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങി. വണ്ടി അങ്ങ് ചിലവാണല്ലോ. പിന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ നോട്ട്ബുക്കിൽ വന്നു. അവിടെ വന്നപ്പോൾ ചെക്കന് കേക്ക് വേണം. ഓന് വേറെ ഒന്നും വേണ്ട. അപ്പോൾ പിന്നെ അവന് കേക്ക് വാങ്ങിക്കൊടുത്തു. അപ്പോഴേക്കും നമുക്കുള്ള ഫുഡ് വന്നു. നമ്മൾ ബട്ടനാണ് തന്തൂരി ചിക്കൻ പറയുന്നത്. പിന്നെ അപ്പുറത്ത് നല്ല റൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ചെടുത്ത് കഴിച്ചു. ഈ ദുബായിൽ എല്ലായിടത്തും ഇങ്ങനെ അടിപൊളിയായിട്ട് കുറേ കണ്ണാടികളുണ്ടാവും. അപ്പോൾ നമ്മളതൊരു ഫോട്ടോ എടുത്തിട്ട് പോകുന്നു. അപ്പം നമ്മൾ അമലും ഇവിടെ തോക്കും പിടിച്ചിരിക്കണം ഓടിയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. പാവം നമ്മളെ വണ്ടിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വണ്ടിയുടെ വയർ നിറച്ച് പോകുന്നു. വണ്ടി വയർ നിറയ്ക്കുന്ന സമയത്ത് നമ്മളും വയർ നിറയ്ക്കാൻ എന്തെങ്കിലും വാങ്ങണ്ടേ. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഐസ്ക്രീമുമായിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ശരി, ബൈ ബൈ.